ദ്രോണാചാര്യർക്ക് ദക്ഷിണ കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം പാഞ്ചാല രാജാവായ ദ്രുപദനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ വേണ്ടി കൗരവന്മാരും പാണ്ഡവന്മാരും ഒരുമിച്ച് പോവുകയും ആദ്യം കൗരവന്മാർ യുദ്ധം ചെയ്ത് പാഞ്ചാല രാജ്യത്തെ രാജാവായ ദ്രുപദനോട് യുദ്ധം ചെയ്ത് ദുശാസനൻ, ദുര്യോധനൻ, കർണൻ മുതലായ ആളുകൾ അമ്പേ തോറ്റോടി. അപ്പോൾ അത് കണ്ടപ്പോൾ അർജുനൻ പറഞ്ഞു, ഈ പാണ്ഡവന്മാർ അവസാനം നിൽക്കാം, കൗരവന്മാർ അവരുടെ പരാക്രമം ആദ്യം കാണിക്കട്ടെ, അതിനുശേഷം പാണ്ഡവന്മാരായി നമുക്ക് അവസാനം പ്രവേശിക്കാം, അവർ ചെയ്യാവുന്നത് ചെയ്യട്ടെ എന്ന് അർജുനൻ പറയുകയും പാണ്ഡവന്മാർ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. കൗരവന്മാർ തോറ്റോടി എന്ന് കണ്ടപ്പോൾ ഓരോരുത്തർ പാണ്ഡവന്മാർ രംഗപ്രവേശം ചെയ്തു. പ്രധാനമായിട്ട് ഭീമനും അർജുനുമാണ്. ഭീമൻ അതുകൊണ്ട് കണ്ടവരെയൊക്കെ അടിച്ചു കൊല്ലുക, ആനെ അടിച്ചു കൊല്ലുക, വടി കൊണ്ട് ഓടിക്കുക. അർജുനനും ദ്രുപദനും തമ്മിൽ ഗംഭീര യുദ്ധം ഉണ്ടായി. പാഞ്ചാല രാജാവ് ദ്രുപദനും അർജുനനും തമ്മിൽ ഗംഭീര യുദ്ധം. അങ്ങനെ യുദ്ധം മൂത്ത് ഈ പാഞ്ചാല രാജാവിന് ഒരു അമാത്യമുണ്ട്, മന്ത്രി സത്യജിത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ യുദ്ധം പിടിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ദ്രുപദൻ അർജുനൻ്റെ തേരാളിയും അതുപോലെ തന്നെ അശ്വങ്ങളെ അമ്പെയ്തു, കുതിരകളെയും.